നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ UDF-നെ സംബന്ധിച്ചിടത്തോളം കുഴയ്ക്കുന്ന ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അത് തൃശ്ശൂരിലെ തോൽവിയാണ്. ആ തോൽവി പക്ഷേ കനത്ത തോൽവിയായിപ്പോയി. കെ മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തൃശ്ശൂരിൽ TN പ്രതാപനും DCCC പ്രസിഡന്റിനും എതിരെ പോസ്റ്റർ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റ് നൽകരുത് എന്നാണ് ഇതിലെ ഈ പോസ്റ്ററിലെ വാചകങ്ങൾ. DCC പ്രസിഡന്റ് ജോസ് വെള്ളൂർ രാജിവെക്കണം എന്ന പോസ്റ്റിൽ പറയുന്നുണ്ട്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ കഴിഞ്ഞ ദിവസം കെ മുരളീധരനും പ്രതികരിച്ചിരുന്നു. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. തീർച്ചയായും ഡാനി, തൃശ്ശൂർ UDF കൃത്യമായി ചർച്ച ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് കോൺഗ്രസ് വിലയിരുത്തേണ്ടി വരും. കഴിഞ്ഞ തവണ ലഭിച്ച 1 ലക്ഷം വോട്ടുകൾ ആണ്, 1 ലക്ഷത്തിലധികം വോട്ടുകളാണ് കോൺഗ്രസിന് നഷ്ടം. ആ നഷ്ടം നേട്ടമാക്കി മാറ്റിയത് BJP-യുമാണ്. ഇപ്പോൾ തന്നെ ഇടത് ക്യാമ്പുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു BJP-യെ വിജയിപ്പിച്ചത് UDF ആണ് എന്ന്. അപ്പോൾ സ്വാഭാവികമായും ഇനി ഇത് ഉണ്ടാക്കാൻ പോകുന്ന പ്രതിഫലനം, അതിനപ്പുറത്ത് പാർട്ടിക്കുള്ളിൽ ഇത് വലിയ തോതിൽ അമർഷമുണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ വരുന്നതും നമ്മൾ കാണുന്നതുമെല്ലാം അത് തന്നെയാണ്. ഈ രീതിയിൽ ഇപ്പോൾ പോസ്റ്ററുകൾ അടക്കം പുറത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് DCC പ്രസിഡന്റും അതോടൊപ്പം തന്നെ TN പ്രതാപനും നേരെ തന്നെയാണ് ഇപ്പോൾ ഈ പോസ്റ്ററുകൾ വന്നിരിക്കുന്നത്. ഇന്നലെ കെ മുരളീധരൻ നടത്തിയ പരാമർശങ്ങളിൽ വളരെ ഒരു മൃദു സമീപനം എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞുവെങ്കിൽ കൂടിയും കാര്യഗൗരവമുള്ളതാണെന്ന് അത് കേട്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ അത് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന വലിയ വലിയ പ്രകമ്പനങ്ങളുടെ ഒരു തുടക്കം തന്നെയാണ് മുരളീധരൻ അത് പറഞ്ഞു വെച്ചതും എന്നത് വളരെ കൃത്യമാണ്. അത് മുരളീധരൻ ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് മടങ്ങിയ പിറ്റേന്ന് ഇന്ന് പുലർച്ചെ തന്നെ അത് പ്രകടമായിരിക്കുന്നു എന്നതാണ്. ജോസ് വെള്ളൂരും TN പ്രതാപനും ഇന്നലെ മുരളീധരൻ ആ വീട്ടിൽ നിന്ന് മടങ്ങും വരെ മുൻപ് തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. ജോസ് വെള്ളൂരും TN പ്രതാപനും വളരെ കുറച്ചു മുൻപ് മാത്രമാണ് അവിടുന്ന് മടങ്ങിയത്. ആവുന്നത്ര സമവായ ചർച്ചകൾ അതിനിടയിൽ നടത്താൻ ശ്രമിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ മുരളീധരൻ തന്നെ ഇവിടുന്ന് കാര്യമായ പിന്തുണ കിട്ടിയില്ല എന്ന് അവരെ വ്യക്തമായിട്ട് തന്നെ അറിയിച്ചു. അതിൽ മുരളീധരന് അവരോട് നേരിട്ട് പറയാനുള്ളതെല്ലാം തന്നെ അദ്ദേഹം നേരിട്ട് പറഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ് പിന്നീട് ഇവരെ ആരെയും തന്നെ കടന്നാക്രമിക്കാതെ വലിയ രീതിയിൽ മുറിവേൽപ്പിക്കാതെ അദ്ദേഹം ചെറിയ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിച്ചു കൊണ്ടുപോകുന്നു. പക്ഷേ അതിന്റെ അലയൊലികൾ, അതിന്റെ ഇതിലിപ്പോൾ ഏറ്റവും, അതായത് ഈ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് വോട്ട് എണ്ണുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ തന്നെ, സാധാരണ ഒരു പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് അധികം പുറത്തേക്ക് വരില്ല. പക്ഷേ വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കൃത്യമായൊരു വർക്ക് നടന്നിട്ടില്ല. TN പ്രതാപന്റെ ഭാഗത്ത് നിന്ന് അടക്കം പോലും, അതായത് പ്രതാപന്റെ മേഖലകളിൽ പോലും കോൺഗ്രസിന് കൃത്യമായി വോട്ട് ലഭിക്കാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെയുള്ള നിരീക്ഷണങ്ങൾ ഈ വോട്ടെണ്ണലിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നല്ലോ. തുടക്കത്തിലെ തന്നെ അത് മുരളീധരൻ പറഞ്ഞത് പ്രകാരം താൻ ഇത് പലതും നേതൃത്വത്തെ തന്നെ അറിയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഒരു പ്രാതിനിധ്യമില്ലാതെ പോകുന്ന DK ശിവകുമാർ പ്രസംഗിച്ചെടുത്ത് പോലും ആവശ്യത്തിന് ആളെ എത്തിക്കാൻ പോലും അതിന്റെ ഒരു ഉത്തരവാദിത്തങ്ങളിലേക്ക് പോലും DCC നേതൃത്വത്തിന് എത്തിപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ മുതൽ തുടങ്ങിയ അസ്വാരസ്യങ്ങൾ പലതായിട്ട് തന്നെ ഉണ്ട്. മറ്റ് BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു സംഘടനാ സംവിധാനം DCC ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ രീതിയിലുള്ള ഒരു കുത്തഴിഞ്ഞ പോക്ക് വളരെ പ്രകടമായുണ്ടായിരുന്നു. പ്രവർത്തകരെ ഏകോപിപ്പിക്കാനും ഒന്നും തന്നെ കഴിഞ്ഞിരുന്നില്ല. ഈ അപജയങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് BJP അത് മുതലെടുക്കുകയും മുന്നോട്ട് പോവുകയും എല്ലാം ചെയ്തത്. അതോടൊപ്പം തന്നെ വോട്ടുകൾ ഒരുമിച്ച് നിർത്താൻ കഴിഞ്ഞില്ല എന്ന ഗുരുതര ആരോപണവും ഉണ്ടായിരുന്നു. അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പോസ്റ്ററുകളായി പ്രത്യക്ഷപ്പെടുന്നത്. അത് വരും മണിക്കൂറുകൾ അത് കൂടുതൽക്കപ്പെടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡാനി പോളാണ് തൃശ്ശൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഡാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ കെ മുരളീധരൻ തൃശ്ശൂരിൽ നിന്ന് മടങ്ങി കാറിൽ കുടുംബവുമായി കോഴിക്കോട്ടെ വീട്ടിലേക്കാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പൊതുരംഗത്ത് ഇനിയില്ല എന്ന് പ്രഖ്യാപിച്ച ശേഷം കൂടിയാണ് മുരളീധരന്റെ മടക്കം. മത്സരരംഗത്ത് താനില്ല, പൊതുരംഗത്ത് നിന്ന് താൻ ഇനി മാറി നിൽക്കുകയാണെന്ന പ്രഖ്യാപനം നടത്തിയ ശേഷം ഇപ്പോൾ കെ മുരളീധരൻ
തൃശ്ശൂരിലെ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന വസതിയിൽ നിന്ന് ഇറങ്ങുകയാണ്. നിരവധിയായ പ്രവർത്തകർ, അനുയായികളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങേയറ്റം വൈകാരികമായാണ് അദ്ദേഹം അല്പസമയം മുൻപ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചത്. പൊതുരംഗത്ത് തുടരുവാൻ താൻ ഇനി ഉദ്ദേശിക്കുന്നില്ല, സാധാരണ പ്രവർത്തകനായി താൻ തുടരും, പക്ഷേ പൊതുരംഗത്ത് താൻ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ ഒരു ഫോർമാറ്റിലും പലതരം കമ്മിറ്റികൾ എല്ലാത്തിലും തന്നെയുണ്ട്, പക്ഷെ ഒന്നിലും താൻ പങ്കെടുക്കുകയില്ല. ഒരു മനസ്സും താൻ ഉള്ള അത്തരം ഒരു മാനസികാവസ്ഥ തനിക്ക് നഷ്ടമായിരിക്കുന്നു. അതുകൊണ്ട് ഇനി ആ രീതിയിലുള്ള ഒരു തുടർച്ച തനിക്ക് ഉണ്ടാകില്ല. ഈ തൃശ്ശൂർ തനിക്ക് രാശിയാകുന്നില്ല, ചിലർക്ക് ചില കാരണങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് താൻ ഇനി യാത്ര പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, പ്രവർത്തകരോടെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടാണ് അങ്ങേയറ്റം വൈകാരികമായി അദ്ദേഹം ആ പ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം കോഴിക്കോടേക്ക് അദ്ദേഹം മടങ്ങുകയും ചെയ്യുന്നത്. നിരവധിയായ പ്രവർത്തകർ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങേയറ്റം അദ്ദേഹം അവരോടെല്ലാം തന്നെ സംസാരിച്ച് അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം കോഴിക്കോടേക്ക് മടങ്ങുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു. നേരത്തെ അദ്ദേഹത്തെ കാണുവാനായിട്ട് നിരവധി പ്രവർത്തകർ, DCC ഭാരവാഹികളടക്കം ഇവിടേക്കുണ്ടായിരുന്നു. പറഞ്ഞിരുന്നത് ഇനി ഒരു പൊതുരംഗത്ത് താൻ തുടരുന്നില്ല എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തത്. പ്രവർത്തകരോടെല്ലാം തന്നെ അദ്ദേഹം സംസാരിക്കുകയും അതിനുശേഷം ഇവിടെ നിന്ന് ഇത്രയും ദിവസം ഇവിടെ താമസിക്കുകയായിരുന്നു, ഇവിടെ നിന്ന് ഓരോരുത്തരുടെയായിട്ട് യാത്ര പറഞ്ഞുകൊണ്ട് അദ്ദേഹം നീങ്ങുകയും ചെയ്തിരിക്കുന്നു. കോഴിക്കോടേക്ക് മടങ്ങിയിരിക്കുന്നു. അങ്ങേയറ്റം വൈകാരികമായാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. താൻ ഇനി പൊതുപ്രവർത്തന രംഗത്ത് തുടരുന്നില്ല, തൽക്കാലത്തേക്കെങ്കിലും താൻ വിടവാങ്ങുന്നു. ഇനി ഈ പുതിയ ആളുകൾ വരട്ടെ, പുതിയ യുവത്വം ഇവിടേക്ക് കടന്നു വരട്ടെ, ഒരു മടുപ്പിൻ്റെ ഭാഷയിൽ തന്നെ അദ്ദേഹം സംസാരിച്ചിരിക്കുന്നു. താൻ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളുമായി പലവട്ടം നേതൃത്വത്തെ അടക്കം അറിയിച്ചിരുന്നു എന്നതും അദ്ദേഹം സൂചിപ്പിക്കുന്നു. കൃത്യമായ ഒരു നടപടി ഉണ്ടായോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ സംശയമുണ്ട്. തന്നെ കുരുതി കൊടുക്കുകയായിരുന്നു എന്ന ചോദ്യത്തിന് അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും തൃശ്ശൂരിൽ നിന്ന് വളരെ ദുഃഖിതനായിട്ട് തന്നെ അദ്ദേഹം കോഴിക്കോട്ടേക്ക് മടങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയം കൊണ്ട് മാത്രമല്ല, ഇതിനകത്തുനിന്ന് തന്നെ അദ്ദേഹത്തിന് വേദനയുണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് മുരളീധരൻ തൃശ്ശൂരിലെ സഹപ്രവർത്തകരോട് യാത്ര പറഞ്ഞ് ഇറങ്ങിയത്. തൃശ്ശൂരിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18. അതേപോലെ വൈകാരികമായി തന്നെയായിരുന്നു ഇന്നലെ കെ മുരളീധരന്റെ പ്രതികരണങ്ങൾ. ചില കനത്ത തോൽവികൾ ഉണ്ടാകുമ്പോൾ, അതായത് സംസ്ഥാന വ്യാപകമായി തന്നെ UDF വലിയ മുന്നേറ്റം നടത്തിയപ്പോൾ തൃശ്ശൂർ സീറ്റ് നിലനിർത്താൻ കെ മുരളീധരന് സാധിക്കാതെ പോകുന്നു. പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയായിരുന്നു മുരളീധരനെ തൃശ്ശൂരിലേക്ക് എത്തിച്ചത്. അതേസമയം മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തോൽവികൾ ഇതിനു മുമ്പും, അതായത് മന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട ആൾ കൂടിയാണ്. അങ്ങനെ പരാജയം ഏറ്റുവാങ്ങിയ ആൾ എന്ന നിലയിൽ കേരളത്തിൽ മുരളീധരൻ മാത്രമാണ് ഉള്ളത്. ഇപ്പോഴിതാ ഇത്തരത്തിൽ ഒരു പരീക്ഷണത്തിന് മുതിർന്നപ്പോഴും അവിടെയും പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അങ്ങനെയാണ് മുരളീധരൻ തൃശ്ശൂരിൽ നിന്ന് മടങ്ങുന്നതെങ്കിൽ തൃശ്ശൂരിലെ വിജയിച്ച സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്തുകയാണ്. ഇന്ന് ഉച്ചയോടെ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലെത്തുന്ന സുരേഷ് ഗോപിക്ക് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണം ആണ് നൽകാൻ പോകുന്നത്. തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളം